മധ്യപ്രദേശിലെ ഒരു ചരിത്ര നഗരമാണ് ബുർഹാൻപൂർ. തപ്തി നദിയുടെ തീരത്തുള്ള ഷാഹി കോട്ട ടെറസിൽ പൂർണ്ണമായ പൂന്തോട്ടമുള്ള അപൂർവമായ ഒന്നായിരുന്നു. താജ്മഹൽ നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ബുർഹാൻപൂരിലായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിയുടെ പത്നി മുംതാസിനെ അവരുടെ മരണശേഷം ആഗ്രയിൽ താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ 6 മാസത്തേക്ക് ഇവിടെ അടക്കം ചെയ്തിരുന്നു. ഷാഹി ഖിലയിലെ ഒരു പെയിന്റിംഗാണ് താജ്മഹലിന്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായതെന്ന് കരുതപ്പെടുന്നു. കറുത്ത താജ്മഹൽ എന്ന് വിളിക്കപ്പെടുന്ന ഷാനവാസ് ഖാന്റെ ശവകുടീരം ഉത്തവലി നദിയുടെ തീരത്ത് കറുത്ത കല്ലിൽ മുഗൾ നിർമ്മാണ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. ഉറുദു, സംസ്കൃത ലിപികൾ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു പള്ളി ഇവിടുത്തെ ജുമാ മസ്ജിദ് ആയിരിക്കണം. ഈ മസ്ജിദിന്റെ പണിയിൽ അക്ബർ ചക്രവർത്തി മേൽനോട്ടം വഹിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദർഗ-ഇ ഹക്കീമി എന്ന ശവകുടീര സമുച്ചയത്തിൽ ശവകുടീരങ്ങൾ, പള്ളികൾ, പൂന്തോട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവിടെ വിശുദ്ധ ദാവൂദി ബോറ സന്യാസി സൈദി അബ്ദുൽ ഖാദിർ ഹക്കിമുദ്ദീനെ അടക്കം ചെയ്തിട്ടുണ്ട്.